സെമിനാരിൽ പഠിച്ച അവസരത്തിൽ ഏറ്റവും നല്ല അനുഭവങ്ങളൊന്ന് എക്യുമെനിക്കൽ മീറ്റിംഗ് കൂടിയ ഒരവസരമാണ്. വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തിന്റെ സംഹിതകൾ പരസ്പരം പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വളരെ മനോഹരമായ ഒരു അനുഭവം. ആ ഒരു എക്യുമെനിക്കൽ മീറ്റിംഗ് കൂടിയത് തിയോളജി പഠിക്കുന്ന അവസരത്തിലാണ്. അതിന് തൊട്ട് മുമ്പ് വരെ പല ക്രൈസ്തവ വിഭാഗങ്ങളോടും ചെറിയൊരു മാനസിക അകൽച്ച തോന്നിയിട്ടുണ്ട്. കുറച്ചും കൂടി അവരെയൊക്കെ അടുത്ത് അറിയാൻ സാധിച്ച ശേഷമാണ് മനസ്സിലായത് നമ്മളൊക്കെ സെയിം പാത്തിലാണല്ലോ എന്ന്. പല റീത്തുകളോട് പോലും മുമ്പൊക്കെ കുറച്ച് അകൽച്ച തോന്നിയിട്ടുണ്ട്. ഒരുമിച്ച് ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്ത ശേഷമൊക്കെയാണ് മനസ്സിലായത് നമ്മളൊക്കെ സെയിം പാത്തിലാണ്. അങ്ങനെ ഒരു തിരിച്ചറിവാണ് പിന്നീട് കുറച്ചും കൂടി മനസ്സിനെ വിശാലമാക്കിയത്. യോഹന്നാൻ സുവിശേഷത്തിൽ ആകപ്പാടെ സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരിടമാണ് ഇന്നത്തെ യേശുവുമായുള്ള സംഭാഷണം. യോഹന്നാൻ വന്നിട്ട് പറയും, കർത്താവേ, നിന്റെ നാമത്തിൽ ഒരുവനോട് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് കണ്ടു, ഞാൻ അവനെ തടഞ്ഞു. അപ്പോൾ യേശു വെച്ച് നീ എന്തിനാ അവനെ തടഞ്ഞത്? ഈ ഒരു സംഭാഷണത്തെ കാര്യം മനസ്സിലാവും. അവൻ യേശുവിൽ വിശ്വസിച്ച ഒരുത്തനാണ്. യേശുവിൽ വിശ്വസിച്ചു, പക്ഷെ 12 പേരുടെ ഗണത്തിലില്ല, യേശുവിനെ പിന്നാലെ നടന്നവരുടെ കൂട്ടത്തിലില്ല. അപ്പോൾ യേശു പറഞ്ഞു, അവൻ എന്തിനാ തടഞ്ഞത്? നമുക്കെതിരല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണ്. നമ്മളൊക്കെ ഇത് ഒത്തിരി കോമ്പറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ബേസ് എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. ഈ ക്രിസ്തുവിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാവരും അവരവരുടെ രീതികൾ കൊണ്ട് ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുമെന്ന് വിശ്വസിക്കാനല്ലേ കുറച്ചും കൂടി നല്ലത്.